ഹലോ, ഇതെന്താ ഡിസ്പ്ലേക്ക് വല്ലതും പറ്റുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെയൊന്നുമില്ല. ഇത് ഞാനിങ്ങനെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ വീഡിയോ ത്രൂ ഔട്ട് ഇങ്ങനെയായിരിക്കും. ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് കാണുള്ളൂ. അപ്പം ഇത് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പം ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് ഒരു ഉറപ്പുമില്ല നിങ്ങൾ ആരൊക്കെ ഇത് കാണും എന്നുള്ളത്, അല്ലെങ്കിൽ കേൾക്കും എന്നുള്ളത്. കാണുമെന്ന് പറയുന്നതിൽ കാര്യമില്ല, കാരണം ഞാൻ ഇതിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് വെച്ചിട്ടുള്ളത് കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ചെയ്യാൻ എനിക്കൊരു കാരണമുണ്ട്. കാരണം ഞാനീ പറയാൻ പോകുന്നത് നിങ്ങൾ ആരൊക്കെയാണോ ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നത് അവരെല്ലാവരും ഇത് ഫുൾ അറ്റൻഷനോടെ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എനിക്ക് വേണമെങ്കിൽ കുറേ വിഷ്വൽസൊക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാം. പക്ഷേ എനിക്കതിൽ താല്പര്യം ഉണ്ടായില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എന്നായിരുന്നു ഉള്ളത്. അപ്പം യൂട്യൂബിൽ നമുക്കിപ്പം കേൾക്കുക എന്ന് മാത്രം അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാനപ്പോൾ ഇങ്ങനെയൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ഇതേപോലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇനി കേൾക്കാനുള്ളവർ എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യാം. നമ്മളിൽ എത്ര പേരാണല്ലേ ലൈഫ് വേസ്റ്റ് ചെയ്യുന്നത്? അതും ലൈഫ് വേസ്റ്റ് ചെയ്യുന്നത് ഒത്തിരി ആംബിഷൻസും ഒത്തിരി ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് കുറേ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവരോ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തവരോ അതുപോലത്തെ ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്ലാനിങ്ങിലേക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ഫോളോ ചെയ്യും, കറക്റ്റ് ടൈം ടേബിൾ ഫോളോ ചെയ്യും, എന്നിട്ട് നമ്മളിങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യും, പിന്നെ അങ്ങനെ ഫുൾ പ്ലാൻ കയ്യിലുണ്ടാവുമായിരിക്കും അല്ലേ. പക്ഷേ ചിലപ്പോൾ നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്തു, എക്സാം എഴുതി, പക്ഷേ നമുക്കത് സക്സസ് ആവണമെന്നില്ല, നമ്മൾ ക്ലിയർ ചെയ്യണമെന്നില്ല. പക്ഷേ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു അറ്റംപ്റ്റ് കൂടെ ചെയ്യായിരിക്കും. ആ അറ്റംപ്റ്റിലും കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ, ആ ഒരു സന്തോഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആ അറ്റംപ്റ്റും കൂടി ഫെയിൽ ആകുമ്പോൾ പിന്നെയും കുറച്ച് ഡൗൺ ആവും. നമ്മളിങ്ങനെ ഡൗണായി നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ എത്തിയതായിട്ട് തോന്നും. പിന്നെ മെയിനായിട്ടൊരു കാര്യമാണ് ഫോമോ അല്ലേ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരും അല്ലെങ്കിൽ ഇൻ കേസ് നമ്മുടെ ജൂനിയർ ആയിട്ടുള്ളവരും അവരെല്ലാവരും പഠിച്ചു, ആ രീതിയിൽ ഏതെങ്കിലും ജോബ് അങ്ങനെ സെറ്റായിട്ടുണ്ടാവും. അപ്പം നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും നമ്മൾ എന്തിനാണ് ഈ ഒരു വഴി എന്തിനാണ് തിരഞ്ഞെടുത്തത്? വേറെ എന്തെങ്കിലും ജോബ് ചെയ്താൽ പോരായിരുന്നോ? കോമ്പറ്റേറ്റീവ് എക്സാം വേണ്ടായിരുന്നു? ഇങ്ങനത്തെ നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ പിന്നെയും നമ്മൾ സക്സസ് ആവുകയല്ല, ഫെയിലർ ആവുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ലാസ്റ്റായിട്ട് UPSC പ്രിലിംസ് നടന്നിട്ട് May 24 നടന്നത്. ഇപ്പോൾ ഒരു 3 months കഴിഞ്ഞു UPSC പ്രിലിംസ് കഴിഞ്ഞിട്ട്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവരിൽ എത്ര പേര് UPSC പ്രിലിംസ് എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇൻ കേസ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് പിന്നെയുള്ള ഈ ഒരു 3 months നിങ്ങൾ വൈസായിട്ട് യൂസ് ചെയ്തു? യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് ഒരേ കാര്യമാണ്. എക്സാം കഴിയുന്നു, എക്സാമിന് കീ നോക്കും, അപ്പം നമ്മൾ ക്ലിയർ ആവില്ലേ എന്ന് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇൻ കേസ് നമ്മൾ ആ ഒരു മാർജിൻ, ആ ഒരു ബോർഡറിൽ വല്ലതും ആണെങ്കിൽ റിസൾട്ട് വരുമ്പോഴേക്ക് തന്നെ നമുക്കറിയാം, ഓക്കെ നമുക്ക് കിട്ടിയില്ല, നമ്മൾ എക്സാം ക്ലിയർ ആയില്ല, ഇനി എന്തെന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുന്നിലുണ്ടാവുന്ന ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷേ അവിടെ പിന്നെയും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇത് മൂവ് ഓൺ ചെയ്ത് നെക്സ്റ്റ് എന്താണ് അത് നോക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇനിയും എക്സാം എഴുതാനിരിക്കുന്നവർക്കാണ്, അങ്ങനത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കാണുന്ന മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് ഒന്ന് എക്സ്ക്യൂസ് അല്ലെങ്കിൽ ലക്ക്. അതായത് നമുക്ക് എക്സാം ക്ലിയർ ആയില്ല എന്ന് വെച്ചാൽ അതാണ് സത്യം, ക്ലിയർ ആയില്ല, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കണം. പക്ഷേ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, നമ്മുടെ മൈൻഡിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മൾ തന്നെ പല എക്സ്ക്യൂസസ് ഉണ്ടാക്കും. കാരണം ഓൾറെഡി ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാതിൻ്റെ സങ്കടവും ഫ്രസ്ട്രേഷനും ഒക്കെ മൈൻഡിലുണ്ടാവും. ആ ഒരു മൈൻഡ് വെച്ച് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ ലക്ക് പറയും അല്ലേ. ഇപ്പോൾ ക്ലിയർ ആയ ആൾക്കാർക്ക് ലക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷത്തെ ഒരു 2026 UPSC പ്രിലിംസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അത് എഴുതിയവർക്കറിയാമല്ലോ, അത് കണ്ടവർക്കറിയാം അതിൻ്റെ അവസ്ഥ. അപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞു കാണുമായിരിക്കും അത് ലക്കുള്ളവർക്ക് കിട്ടി, ലക്കുള്ളവർക്കായിരിക്കും കിട്ടിയതെന്ന്. ലക്ക് ഉണ്ടാവും, ലക്ക് എന്നൊരു ഒബ്വിയസ് ഫാക്ടറാണ്. പക്ഷേ നമ്മളെല്ലാവരും ലക്കിൻ്റെ പുറകെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ലക്ക് വർക്ക് ചെയ്യായിരിക്കും. പക്ഷേ വേറൊരാൾക്ക് ലക്ക് വർക്ക് ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ അവരെ ഹാർഡ് വർക്കാണോ എന്താണെന്ന് നമ്മളിരുന്ന് ചിന്തിച്ചിട്ട് നമുക്കതിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നാലും നമ്മളത് ചിന്തിക്കും. അതുമാത്രമല്ല എക്സ്ക്യൂസസ്. നമ്മൾ വിചാരിക്കും ഇന്നിപ്പോൾ May 24 എക്സാം കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോൾ ഇനിയും കുറേ മാസങ്ങളുണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ, കുറച്ച് ഞാനൊന്ന്
റെസ്റ്റ് ചെയ്യട്ടെ, കുറച്ചൊന്ന് എൻജോയ് ചെയ്യട്ടെ. എൻജോയ് ഒക്കെ ചെയ്യാം, പക്ഷേ അതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കണം. എന്നിട്ട് എക്സ്ക്യൂസസ് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത്. എനിക്ക് കഴിഞ്ഞതിന് കിട്ടിയില്ല, ഓക്കെ നെക്സ്റ്റ് ഞാൻ എന്തായാലും കിട്ടും, എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും അത് വിചാരിക്കും. പക്ഷെ അതിനു വേണ്ടി വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാതെ നമ്മൾ ചിലപ്പോൾ പഠിക്കാനിരിക്കും, എന്നിട്ട് വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലുമൊക്കെ പുറകെ പോകും. എന്നിട്ട് പിന്നെ ഗിൽറ്റി ആവും. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ഇന്ന് ഞാൻ ഒന്നും പഠിച്ചില്ലല്ലോ, ഞാൻ എന്തായിരുന്നു ഒന്നും പഠിക്കാതിരുന്നത്, എനിക്കിന്ന് പഠിക്കാമായിരുന്നു, അങ്ങനെ ചിന്തിക്കും. പിന്നെ വേറൊരു ചിന്തയും കൂടെ ഉണ്ട്, ഞാൻ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ലേ ഞാൻ ക്ലിയർ ചെയ്യാതിരുന്നത്. എന്തായാലും എക്സാം ആരെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർ പഠിച്ചുകൊണ്ടായിരിക്കില്ല അവർ ക്ലിയർ ചെയ്യുന്നത്. ഇങ്ങനെ പല 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 തോട്ട്സ് വരും. പിന്നെ ഗിൽറ്റി ഫീല്, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം, ആ ഒരു ഫീല് വരുന്നത്. അപ്പം ഈ ഒരു ഫീലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാനീ പറയുന്നത് UPSC പ്രിലിംസിൻ്റെ മാത്രമല്ല, നിങ്ങൾ ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുകയാണോ, ഏതാണെങ്കിലും PSC ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും സെയിം ആണ്. ഇപ്പോൾ PSC ഡിഗ്രി ലെവൽ മെയിൻസ് കഴിഞ്ഞിട്ട് പ്രിലിംസ് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് പോലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഏതിനാണ് പഠിക്കേണ്ടത്, എനിക്കതിൽ ഏത് പോസ്റ്റാണ് കിട്ടുക, സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കണമല്ലോ, അപ്പം അതിന് കിട്ടിയാലല്ലേ പഠിച്ചിട്ട് കാര്യമുള്ളൂ, അങ്ങനെ ഓർത്തിട്ട് ആ ഒരു പഠിക്കേണ്ട ടൈമും കൂടെ വേസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. റിസൾട്ട് വന്നിട്ട് നമ്മൾ 4-5 പോസ്റ്റ് ക്ലിയർ ആയി എന്ന് അറിഞ്ഞിട്ട് പിന്നെ പഠിക്കാനെടുക്കും പലർക്കും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. കട്ട് ഓഫ് ക്ലിയർ ആവും തോന്നുന്ന പോസ്റ്റ് ഏതാണോ അതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ, നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യില്ല. എന്നോട് കുറച്ച് മുന്നേ ഞാൻ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ വിഷ്വലൈസ് ചെയ്യാൻ. പക്ഷേ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിപ്പം എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സക്സസ് പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആവുക, ആ ഒരു സംഭവം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഞാൻ അങ്ങനെ ആയി എന്നുള്ളത്. ഈ വിഷ്വലൈസേഷന് ഭയങ്കര പവറുണ്ട്, സീരിയസ്ലി നല്ല പവറുണ്ട്. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ബ്രെയിൻ അതിനു വേണ്ടി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. സോ വിഷ്വലൈസ് ചെയ്യുക എല്ലാവരും, നിങ്ങളെല്ലാവരും എന്തിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത് അത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ അങ്ങനെ ആവുന്നു, ഞാൻ ആ ഒരു പോസ്റ്റിൽ എത്തുന്നത്, ആ എത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും. ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കണ്ണടച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇപ്പോൾ നിങ്ങൾ UPSC എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഗോൾ IAS IFS അതാണെങ്കിൽ ഓക്കെ, ഇപ്പം IAS എടുക്കാം. ഞാൻ എക്സാം ക്ലിയർ ചെയ്തു, എൻ്റെ എക്സാം ഇതായിരുന്നു റാങ്ക്, ഞാൻ IAS ആയി, എന്നിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാനോ അങ്ങനെ ഒന്ന് കണ്ണടച്ച് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ശരിക്കും ആ വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ പവർ അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളതിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിന് ഒന്നും കൂടെ ആ ഒരു ഇത് കിട്ടും, നിങ്ങളുടെ തോട്ട് എന്താണ്, നിങ്ങളുടെ ഡയറക്ഷൻ എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. ഈ ഒരു അക്കാദമിക് കംബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല. നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ന് വരെ ഞാൻ പഠിച്ചില്ല, നാളെ മുതൽ ഞാൻ 10 അവർ ഡെയിലി ഇരുന്നിട്ട് പഠിക്കും, 10 hours ഉറപ്പാണ്. പക്ഷെ നടക്കില്ല, സീരിയസ്ലി ഞാൻ പറയുന്നു നടക്കില്ല. നിങ്ങൾ ഇന്നൊരു 1 hour പോലും പഠിക്കാത്ത ഒരാളാണെങ്കിൽ നാളെ നിങ്ങൾക്കൊരു 10 hours ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, അതങ്ങനെയാണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കംബാക്ക് വരണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇത്രയും ദിവസം എന്തൊക്കെയോ എവിടേക്കോ എപ്പോഴൊക്കെയോ പഠിച്ചു, കാര്യമായിട്ട് നിങ്ങളൊന്നും പഠിച്ചില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കംബാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഒട്ടും പഠിച്ചില്ലെങ്കിൽ നാളെ ജസ്റ്റ് നിങ്ങൾ 1 hour 2 hour ടാർഗറ്റ് വെച്ചാൽ മതി, അത് മതി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്തായിരിക്കും എന്നറിയോ, എന്തായാലും പഠിക്കാൻ തുടങ്ങുന്നത് ഒരു 5 മണിക്കൂറെങ്കിലും വെക്കാം, അങ്ങനെ വെക്കേണ്ട. സ്റ്റാർട്ടിങ്ങിൽ 1 hour 2 hour നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. സ്മോളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലാതെ നിങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ അങ്ങ് എന്തൊക്കെയോ ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് സ്മോളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്മോളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നിങ്ങൾക്കത് ഗ്രാജുവലി നിങ്ങൾ പഠിക്കുന്ന അവേഴ്സ് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ മാത്രമാണ് നമുക്ക് ഈ ഒരു പഠിത്തത്തിൽ നമ്മൾ പഠിക്കാൻ മൈൻഡ് പോയി ഇതുപോലെ ഗിൽറ്റ് ഫീലൊക്കെ ആയി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കംബാക്കൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുമായിരിക്കും, ഞാൻ അങ്ങനെയായിരുന്നെങ്കിൽ, ഞാൻ അവിടെ ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര പൈസ എങ്ങനെയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചുമ്മാ ചിന്തിച്ചിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയേനെ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആ സ്റ്റേജിൽ എത്തിയേനെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യുക. അത് ഇപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഒരു കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ അതല്ല അല്ലേ, നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിച്ചത്, ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ ജനിച്ചിരുന്നെങ്കിൽ ചിന്തിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു
റൂറൽ ഏരിയയിലാണെങ്കിൽ ഞാൻ ആ സിറ്റിയിൽ ജനിച്ചിട്ട് അങ്ങനെ പല പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാമാണ് ഞാൻ പറയുന്നത്. എന്താണെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല അല്ലേ. അപ്പം അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം കൊണ്ട് റിയലൈസ് ചെയ്യുക. അതാണ് റിയാലിറ്റി. റിയാലിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. അതല്ലാതെ കുറേ ഇമാജിനറി വേൾഡിൽ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ റിയാലിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എന്താണ്, എങ്ങനെയാണ്, അത് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഹാർഡ് വർക്കിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്മാർട്ട് വർക്ക് വേണം. ഇപ്പോൾ ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ സ്മാർട്ട് വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ പുറകെ ഒരു ഹാർഡ് വർക്ക് വേണം. സ്മാർട്ട് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നും പഠിക്കാതെ എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളതല്ല അല്ലേ. അപ്പം എല്ലാ എക്സാം ക്ലിയർ ചെയ്യുന്നതിൻ്റെ പുറകിലും ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഒരു വർഷം, ഇനി വരുന്ന ഒരു വർഷം ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. നിങ്ങളിപ്പോൾ ഇത് കാണുന്നവർ ഏതൊക്കെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതൊക്കെ എക്സാമിന് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, ഒരു 1 ഇയർ എനിക്ക് പറ്റുന്നത്ര ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും മാക്സിമം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് നിർത്തുവാണെങ്കിൽ നിർത്തിക്കോ. പിന്നെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ വേറെ ഫീൽഡിലേക്കാണെങ്കിലും പോവാം. പക്ഷേ ഈ ഒരു 1 ഇയർ ഞാൻ എന്തായാലും ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും. ഞാൻ എൻ്റെ ചുറ്റുള്ള എല്ലാം സാക്രിഫൈസ് ചെയ്യും. സാക്രിഫൈസ് ചെയ്യാമെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ പലരും സാക്രിഫൈസ് അങ്ങനെ ചെയ്യാറില്ല. പറയും, ഞാൻ ഇന്നു മുതൽ ഒരു ഫംഗ്ഷനും പോവില്ല, ഇന്നു മുതൽ ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യില്ല, വാട്സാപ്പ് യൂസ് ചെയ്യില്ല, ഇങ്ങനെ പല 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 കാര്യങ്ങൾ പലരും ചിന്തിക്കും. പക്ഷേ 1-2 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് അത് പോവും, എന്നിട്ടത് പിന്നെയും നോർമലാവും. അങ്ങനെ ആവരുത്. സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചാൽ സാക്രിഫൈസ് ചെയ്യാം. ഒരു 1 ഇയർ എല്ലാം സാക്രിഫൈസ് ചെയ്യുക. അതിൽ വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു സോഷ്യൽ മീഡിയയുടെ വലിയ ഇഷ്യൂ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഫോമോ. ഈ ഇൻസ്റ്റയൊക്കെ ഉണ്ടെങ്കിലായിരിക്കും നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമോ തന്നെ പഠിച്ച് ക്ലിയർ ചെയ്ത് പോയ ആൾക്കാർ, അതല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ മേറ്റ്സ്, കോളേജ് മേറ്റ്സ്, അവരുടെയൊക്കെ ലൈഫ് കാണുമ്പോൾ നമുക്കിങ്ങനെ അവരൊക്കെ ലൈഫിൽ സെറ്റിലായി, നമ്മളൊന്നും ചെയ്തില്ല, ആയില്ല എന്നുള്ള ഫീല് വരുന്നത്. അപ്പം അതെല്ലാം ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ മാക്സിമം കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു വർഷം സാക്രിഫൈസ് ചെയ്യാം, ഒരേ ഒരു വർഷം. ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ കുറേ വർഷം ഇങ്ങനെ ലാഗ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. സോ ഒരു 1 ഇയർ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരും അത് ഇപ്പം ഈ നിമിഷം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക. നിങ്ങളുടെ കംഫർട്ട് സോൺ ഉണ്ടാവുമായിരിക്കും നിങ്ങൾക്കല്ലേ. നിങ്ങൾ കംഫർട്ടായിട്ടിരിക്കുന്ന ടൈം, ചിലപ്പോൾ മൂവി കണ്ടിരിക്കുന്ന ടൈം, അങ്ങനെ പല പല നിങ്ങളുടെ കംഫർട്ട് സോൺ ഉണ്ടാവും. കംഫർട്ട് സോണിനൊക്കെ പുറത്ത് വരിക. കംഫർട്ട് സോൺ വേണ്ട ഒരു വർഷത്തേക്ക്, ഒരു വർഷമല്ലേ, ആ ഒരു വർഷത്തേക്ക് കംഫർട്ട് സോൺ വേണ്ടാന്ന് വിചാരിക്കുക. എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടെത്തിയ ആളാണെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പം നിങ്ങളിരിക്കുന്ന ഈ ഒരു മൈൻഡിൽ നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു രീതിയിൽ മൈൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മൈൻഡിൽ നിങ്ങൾ ഈ എക്സാം ക്ലിയർ ചെയ്യില്ല, എന്തായാലും ക്ലിയർ ചെയ്യില്ല. കാരണം നിങ്ങൾ ഗിൽറ്റി ഫീൽ കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്തേനെ എന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ സക്സസ്സിലേക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ പഠിക്കാനിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ബുക്ക് ഫ്രണ്ടിൽ വെച്ചിട്ട് നിങ്ങൾ ബുക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ പഠിക്കുന്നില്ല. ബുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്കിവിടെ സക്സസ് കിട്ടാൻ പോകുന്നില്ല. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ആദ്യം ഇതെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല ഉറക്കം വേണം അല്ലേ. നല്ല ഉറക്കം വേണം. എപ്പോഴെങ്കിലും ഉറങ്ങി എപ്പോഴെങ്കിലും എഴുന്നേറ്റ് അങ്ങനെയൊന്നും അല്ലാതെ പ്രോപ്പർ ഒരു 6 to 8 hours ഉറക്കം, അതെന്തായാലും വേണം. പിന്നെ ഗുഡ് ഹെൽത്ത് വേണം. ഹെൽത്ത് നന്നായിട്ട് കെയർ ചെയ്യണം. ഹെൽത്ത് കെയർ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ഫുഡും കഴിക്കണം. ഒരു വർഷമാണ്, ആ ഒരു വർഷത്തേക്ക് ജങ്ക് ഫുഡൊക്കെ കുറയ്ക്കാം. കംപ്ലീറ്റ്ലി ഒഴിവാക്കിയില്ലെങ്കിൽ മാക്സിമം കുറയ്ക്കാം. ഒരു 6 months ഒരിക്കലോ അത്രയൊക്കെ കുറയ്ക്കാൻ പറ്റുക അത്രയും നല്ലത്. ഞാൻ പറയുന്നത് അത്രയും ഈ ഒരു 1 ഇയർ നിങ്ങൾക്ക് അത്രയും സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കുറച്ചോ. ഒട്ടും ഒന്നും ചെയ്യേണ്ടെന്നും അല്ല പറയുന്നത്, കുറയ്ക്കാനാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കെയർ ചെയ്യുക, നിങ്ങളുടെ സ്ലീപ്പ് നല്ല പ്രോപ്പറാക്കുക. പിന്നെ നിങ്ങൾ ഏത് സമയത്താണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ള ആ സമയം കണ്ടെത്തുക. മോർണിംഗ് ടൈമാണോ നൈറ്റ് ടൈമാണോ എപ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ആ ടൈം ഒന്ന് കണ്ടെത്തുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ എനർജിയുടെ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈം ഉണ്ടാവും. ആ ടൈം കണ്ടെത്തുക. എന്നിട്ട് ആ സമയത്ത് ഇരിക്കുക. ഇനി നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. വേറെ ഒന്നും നോക്കണ്ട. ചുറ്റിലുമുള്ള പലതും പറയുന്നുണ്ടാവും. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇനിയും മതിയായില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. നിൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വേറെ എവിടേക്കോ എത്തിയെന്ന് പറയുന്നവരുണ്ടാവും. അതും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് ചോദിക്കുക ആദ്യം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ഫീൽഡിലോട്ട് പോയാൽ മതിയോ? അപ്പോൾ നിങ്ങളുടെ മൈൻഡ് പറയുന്നത് നിങ്ങളോട് പഠിക്കണം, നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യണം എന്നാണെങ്കിൽ ഇനിയും നിങ്ങൾ ലേറ്റ് ആക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ
പ്ലാൻ എന്താണെന്ന് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ഒരു പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങളുടെ ഡയറക്ഷൻ കറക്റ്റായിട്ട് നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, ഹെൽത്ത് എല്ലാം പ്രോപ്പറായിട്ട് നോക്കുക. എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ ഈ ഒരു വർഷം വർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെല്ലാവരും സക്സസ് ആവുക. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സക്സസ് ആവണം എന്നാണ്. കാരണം നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും എന്തോ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. താങ്ക് യു.